ഇന്ന് നമുക്കൊരു മീൻകറിയുടെ റെസിപ്പി നോക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആസിയാസ് കിച്ചൻസ്. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാൻ എടുത്ത ശേഷം അടുപ്പിൽ വെച്ച് കൊടുക്കാം. അത് മൂന്നും കൂടെ ഒന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 10 ചെറുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. അതൊന്ന് ചൂടായ ശേഷം നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് തണുക്കാൻ മാറ്റി വയ്ക്കാം. നമുക്ക് അടുപ്പിൽ പാത്രം വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. അത് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് 2 തക്കാളിപ്പഴം അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഞാൻ 2 കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്. അതും കൂടെ അതിൽ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ വറ്റാറാകുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കുക. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ പരുവത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അരപ്പ് തിളച്ചിട്ടുണ്ട്. നമുക്ക് അടപ്പ് മാറ്റാം. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു 3 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മീൻകറി എല്ലാം നല്ലപോലെ വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ 2 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം. അതിവിടെ സ്കിപ്പായിപ്പോയി. മീൻകറി എല്ലാം അടിപൊളിയായിട്ട് വറ്റി വന്നു. ഇവിടെ റെഡിയായി മീൻകറി. ഈ മീൻകറി നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ അന്നേരം ചൂടാക്കി വെച്ചാൽ 2-3 ദിവസം ഇരിക്കും. വറ്റി വരും തോറും അടിപൊളി ടേസ്റ്റാണ്.